തിരുമാന്താംകുന്ന് ദേവീക്ഷേത്രം വിശ്വാസികളേക്കാൾ കൂടുതൽ അനുഭവസ്ഥർ ഉള്ള മധ്യ തിരുവിതാംകൂറിലെ അതിപ്രശസ്തവും അതിപുരാതനവുമായ ഒരു ഭദ്രകാളി ക്ഷേത്രം. 2 കൊടിമരങ്ങൾ, 4 ഗോപുരങ്ങൾ, 6 അടിക്കുമേൽ ഉയരമുള്ള ഭദ്രകാളിയുടെ ദാരുശില്പം. വരിക്കപ്ലാവിൻ്റെ തടിയിൽ തീർത്ത ഈ ഭദ്രകാളി വിഗ്രഹം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭദ്രകാളി വിഗ്രഹം ആണ്. വടക്കോട്ടു ദർശനവുമായി ഭദ്രകാളിയും കിഴക്കോട്ടു ദർശനവുമായിട്ടുള്ള മഹാദേവനും തെക്കോട്ടു ദർശനമായിട്ടുള്ള ഉണ്ണിഗണപതിയും. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ ഉള്ള വടക്കൻ ജില്ലയിലെ ഒരു ഭദ്രകാളി ക്ഷേത്രം. ഒരു ചെറിയ വെടിയൊച്ച കേട്ടാൽ പോലും പേടിക്കുന്ന ബാലഗണപതിയുടെ മുൻപിലാണ് മംഗല്യപൂജ നടത്തുന്നത്. 3 വർഷം തുടർച്ചയായി മംഗല്യപൂജ ചെയ്യണമെന്നാണ് നിയമം. കായ്ഫലങ്ങൾ കൊണ്ടുള്ള യുദ്ധത്തിന് ഇവിടെ പറയുന്ന പേരാണ് ആട്ടങ്ങേറ്. തുലാമാസം 1-ാം തീയതി ആട്ടങ്ങേറ് ഈ ഭഗവതിയുടെ മുന്നിൽ നടക്കാറുണ്ട്. മംഗല്യപൂജയ്ക്ക് ശേഷം മേൽശാന്തി പൂജിച്ചു നൽകുന്ന വെറ്റിലയും കറുകയിലയും സ്വീകരിക്കണം. മാത്രവുമല്ല, അടുത്ത 3 വർഷം തുടർച്ചയായി വിവാഹം കഴിഞ്ഞാൽ പോലും മംഗല്യപൂജ നടത്തണമെന്നാണ് വിശ്വാസം. മഹാദേവന് മുൻപിൽ ദ്രവ്യവും താംബൂലവും സമർപ്പിച്ച് ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രങ്ങൾ ജപിച്ച് വലം വെച്ചു വന്നാൽ മംഗല്യപൂജ നടത്തിയാൽ വിവാഹക്ലേശങ്ങൾ എല്ലാം മാറിക്കിട്ടും എന്നതാണ് വിശ്വാസവും. അതുതന്നെയാണ് സത്യവും. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം എന്ന സ്ഥലത്തുള്ള ഒരു അതിപുരാതന ക്ഷേത്രമാണ് തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ വള്ളുവൻ കോനാതിരിമാരുടെ കുലദൈവവും ആദിപരാശക്തിയുടെ മാതൃഭാവവുമായ ശ്രീ ഭദ്രകാളിയാണ്. ഈ ക്ഷേത്രം പാലിച്ചു പോന്നിരുന്നതും വള്ളുവനാട് രാജാക്കന്മാരായിരുന്നു. പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്ന് ഇതിനോട് ചേർന്ന് നിലകൊള്ളുന്നു. കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ള 3 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുമാന്താംകുന്ന് ക്ഷേത്രം. സൂര്യവംശത്തിലെ രാജാവായിരുന്ന മാന്ധാതാവ് രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് മഹർഷിയായി ഭാരതം മൊത്തം ചുറ്റി സഞ്ചരിച്ചു. അങ്ങാടിപ്പുറത്ത് എത്തിയ അദ്ദേഹം ഇവിടുത്തെ വന്യസൗന്ദര്യവും ശാന്തതയും കണ്ട് ഇവിടെ തപസ് അനുഷ്ഠിച്ചു. തപസ്സിൽ പ്രസാദവാനായ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഏത് ആഗ്രഹവും ചോദിക്കാൻ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലുതും മനോഹരവുമായ ശിവലിംഗം ആണ് തനിക്ക് വേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശിവലിംഗം പാർവതീദേവിയുടെ കയ്യിലാണ് ഉള്ളത് എന്നറിയാമായിരുന്ന പരമശിവൻ സങ്കടത്തിലായി. ഒടുവിൽ പാർവതീദേവി അറിയാതെ ഈ ജ്യോതിർലിംഗം പരമശിവൻ മാന്ധാതാവ് മഹർഷിക്ക് സമ്മാനിച്ചു. താൻ ആരാധിച്ചു കൊണ്ടിരുന്ന ജ്യോതിർലിംഗം കാണാതായി എന്നറിഞ്ഞ പാർവതീദേവി ഭദ്രകാളിയെയും ശിവഗണങ്ങളെയും ഈ ശിവലിംഗം തിരിച്ചു കൊണ്ടുവരാനായി അയച്ചു. ഭദ്രകാളി മഹർഷിയെ അനുനയിപ്പിച്ച് ജ്യോതിർലിംഗം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. വീരഭദ്രൻ്റെ നേതൃത്വത്തിൽ ഭദ്രകാളിയുടെ ഭൂതഗണങ്ങൾ ആയുധങ്ങളുമായി മഹർഷിയുടെ ആശ്രമം ആക്രമിച്ചു. മഹർഷിയുടെ ശിഷ്യന്മാർ തിരിച്ച് കാട്ടുപഴങ്ങൾ പെറുക്കി എറിഞ്ഞു. ഓരോ കാട്ടുപഴങ്ങളും ഓരോ ശിവലിംഗങ്ങളായാണ് ഭൂതഗണങ്ങളുടെ മേൽ പതിച്ചത്. ഒടുവിൽ ഭൂതഗണങ്ങൾക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. ഇന്നും ക്ഷേത്രത്തിൽ കാട്ടുപഴങ്ങൾ കൊണ്ടെറിയുന്ന ഒരു ആചാരം നിലവിലുണ്ട്. മഹർഷിയുടെ ശിഷ്യർ ശിവഗണങ്ങളെ തോൽപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത്. ഒടുവിൽ ഉഗ്രരൂപം പൂണ്ട ഭദ്രകാളി നേരിട്ട് വന്ന് ബലമായി ശിവലിംഗം എടുത്തു കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. മഹർഷിയും ശിവലിംഗം വിട്ടുകൊടുക്കാതെ ഇറുക്കിപ്പിടിച്ചു. ഈ വടംവലിയിൽ ജ്യോതിർലിംഗം 2ആയി പിളർന്നു. ശ്രീമൂലസ്ഥാനത്ത് വിഗ്രഹം ഇന്നും പിളർന്ന രീതിയിൽ തന്നെ കാണപ്പെടുന്നു. മഹർഷിയുടെ ഭക്തിയിൽ സംപ്രീതരായ വിഷ്ണുവും ബ്രഹ്മാവും പരമശിവനും പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.